എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. മഴക്കാലം ഇങ്ങെത്തി. ഇനി പനിയുടെയും ചുമയുടെയൊക്കെ കാലമാണ്. അതുപോലെ തന്നെ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും തണുപ്പ് കാലത്തുണ്ടാകുന്ന പല പല അസുഖങ്ങളും പടർന്നു പിടിക്കുന്ന ഒരു കാലവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാര് നമുക്ക് പണ്ടുണ്ടാക്കി തന്നിരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പൊടിയാണ്. ഇതുപോലൊരു പൊടി നിങ്ങൾ വീടുകളിൽ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ വർഷം മുഴുവനും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുന്നതുമാണ്. നമ്മുടെ മുത്തശ്ശിമാരായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ഔഷധക്കൂട്ട് നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി വെക്കണം. നമ്മുടെ ശരീരത്തെ ഒരു പരിധി വരെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആരോഗ്യം നിലനിർത്താനും സാധിക്കും. ഇനി നമ്മുടെ മക്കൾക്ക് വിദേശത്തൊക്കെ കൊടുത്തുവിടാനും പ്രായമായ അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യായിക വന്നാൽ ഇതുപോലൊരു പൊടി തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്ക് വളരെ തന്നെ ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പൊടി വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. ഇനി നമുക്ക് പൊടികൾ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം മഞ്ഞളാണ് ആദ്യം പാനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞളിന്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചുക്കാണ്. ഞാനിവിടെ ഇതുപോലുള്ള 4 കഷ്ണം ചുക്കാണ് എടുത്തിട്ടുള്ളത്. ചുക്ക് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മഞ്ഞളും ചുക്കും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അളവില് കുരുമുളക് ചേർക്കുന്നുണ്ട്. കുരുമുളകും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-12 തിപ്പലിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതുകൂടെ ഇതിലേക്ക് ചേർക്കാം. വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിയാമ്പൂ ഒരു 5 എണ്ണമാണ്. ഇതുകൂടെ ചേർക്കാം. ഈ ഒരു മസാലകൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ചു ചേരുവകൾ കൂടെ ചേർക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഇതൊരു 1/2 സ്പൂൺ അളവിലുണ്ട്. കാപ്പിക്ക് നല്ല മണമൊക്കെ ഉണ്ടാവാനും നല്ല ഒരു ഫ്ലേവറൊക്കെ തരാനായിട്ടും ഞാനിതുപോലെ ഒരു 15 ഏലക്ക കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയാണ്. മുഴുവൻ മല്ലിയാണ്. ഇത് കഴുകി വെയിലത്തിട്ടൊക്കെ ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവ് ആവശ്യമായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണും പിന്നെ ഒരു 1/2 സ്പൂണും അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവില് അയമോദകം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എല്ലാ ചേരുവകളും നമുക്ക് പച്ചമരുന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ ഒരു അയമോദകം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അയമോദകം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ അളവിലെ പെരിഞ്ചീരകം കൂടെ ചേർക്കാം. ഇതാണ് നമ്മുടെ ചുക്ക് കാപ്പിക്കുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം നമുക്കിനി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഈ ഒരു പൊടി പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു 100 ഗ്രാം അളവുണ്ടാകും. 100 ഗ്രാം അളവിനുള്ള ചേരുവകളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് വയ്ക്കാൻ താല്പര്യമാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ചേരുവകളെല്ലാം തന്നെയും നിങ്ങൾ കുറച്ചുകൂടെ കൂട്ടിയെടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചുകൂടെ വെക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ വീണ്ടും കോവിഡ് വന്നു കൂടിയിട്ടുണ്ട്. ദോഷവും തൊണ്ടവേദനയായിട്ടാണ് തുടക്കം. അങ്ങനെ വരുന്ന സമയത്ത് വല്ലാത്ത തലവേദനയൊക്കെ ആകും. ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് ഈ ചുക്ക് കാപ്പിയുടെ ഗുണം നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. നമുക്കുണ്ടാവുന്ന ആ ഒരു തൊണ്ടവേദന തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളിതുപോലെ ചുക്ക് കാപ്പി രാവിലെയും വൈകിട്ട് തയ്യാറാക്കി കഴിക്കാൻ മറക്കരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എടുത്തിട്ടുള്ള ഈ ഒരു മഞ്ഞളിനും അതുപോലെ തിപ്പലി ഈ ഒരു കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവാതിരിക്കുന്നതും. മഞ്ഞളിന് പകരമായിട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി എടുക്കാവുന്നതുമാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വറുത്തെടുത്ത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല മഞ്ഞളും ഈ ഒരു ചുക്കും ഒന്ന് കല്ലിൽ വെച്ച് കുത്തിയതിന് ശേഷമായിരിക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതും. അധികം കരിയിച്ചൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് പൊട്ടി കിട്ടിയാൽ മാത്രം മതിയാകും. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ചേരുവകളെല്ലാം തന്നെയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് തണുത്ത് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ചുക്ക് കാപ്പിക്കൂട്ട് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് ചൂടാറി വരട്ടെ. ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചുകൂടെ എടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ചുക്ക് കാപ്പിയുടെ പൊടി തയ്യാറാക്കി വെക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്.
അതുപോലെ ഞാൻ ഈ ചുക്കും മഞ്ഞളും ഒക്കെ ഒന്ന് ചതച്ചുകൂടെയൊക്കെ വെച്ചിരിക്കുവാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. മസാലകള് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൂടെ വരാം. അങ്ങനെ നമ്മുടെ ചുക്ക് കാപ്പിപ്പൊടി ഇവിടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇരട്ടായിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോ ഇതുപോലൊരു ചില്ലു കുപ്പിയിലേക്കാണ് പൊടി മാറ്റിയെടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി വെക്കേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പൊടി എല്ലാവരും തയ്യാറാക്കി വെക്കണേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി കാപ്പി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കാപ്പി തിളപ്പിച്ചെടുക്കാനായിട്ട് ഒരു പാനിൽ ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമരുന്നുകൾ കൂടെ ഇട്ട് കൊടുക്കാം. മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ചേരുവകൾ എന്നുകൂടെ നോക്കാം. ആദ്യമായിട്ട് ചേർക്കുന്നത് പനിക്കൂർക്ക ഇലയാണ്. ഞാനിവിടെ ഒരു 6 ഇലയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് പോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അതിനുശേഷം 6 പേര ഇല കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് 2 ഇല വെച്ചാണ് എടുത്തിട്ടുള്ളത്. പേരയിലയും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുളസി ഇല ഇതൊരു 3-4 തണ്ടെടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരണം. അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടുള്ള കരിപ്പെട്ടി കൂടെ ചേർക്കാം. ഇങ്ങനെ നമുക്ക് കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് കരിപ്പെട്ടി. ഈ ഒരു കരിപ്പെട്ടി നമുക്ക് കുറച്ച് ഭാഗം മാത്രം മതിയാകും. ഇതിലേക്കൊന്ന് പൊട്ടിച്ച് ചേർക്കണം. നല്ല ഹാർഡായിട്ടാണ് കരിപ്പെട്ടി ഇരിക്കുന്നത്. നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇത്രയും കരിപ്പെട്ടിയാണ് പൊടിച്ച് ചേർക്കേണ്ടത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും തന്നെ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് പാത്രം ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വെട്ടിത്തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ ചുക്ക് കാപ്പിയുടെ വെള്ളം ഇതുപോലെ നല്ലവണ്ണം വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള 1 സ്പൂൺ പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ വെട്ടി തിളപ്പിച്ചെടുക്കാം. നല്ലവണ്ണം വെട്ടിത്തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് കാപ്പിപ്പൊടി കൂടെ ചേർക്കാം. കാപ്പിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഫിൽറ്റർ കോഫിയാണ്, ബ്രൂ കോഫി അല്ല. കാപ്പിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർന്ന് ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡിയാണ്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് തണുത്ത് വരട്ടെ. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച കാപ്പി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കാപ്പി അടിയിലൊക്കെ ഊറി നല്ല രീതിയിലായിരിക്കുവാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചുകൂടെ എടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡിയാണ്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മഴക്കാലത്ത് നമുക്കുണ്ടാകുന്ന പകർച്ചവ്യാധികളെ തടയാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും മാറി മാറി വരുന്ന അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാനും നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി തന്നിരുന്ന ഈ ഒരു ചുക്ക് കാപ്പി നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി കുടിക്കണേ. പനി തുടങ്ങുന്ന ആരംഭത്തിൽ തന്നെ നമുക്ക് വരുന്ന തൊണ്ടവേദനയും ചുമയും ഒക്കെ തടുത്തു നിർത്താനും പനി പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടകലാനും ഈ ഒരു ചുക്കുകാപ്പി തയ്യാറാക്കി കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. വില കൂടിയ മരുന്നിനേക്കാളും ശരീരത്തിന് ആരോഗ്യം ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള പാനീയങ്ങളാണ്. ഈ ഒരു പാനീയങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുപോലെ തയ്യാറാക്കി സൂക്ഷിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം മുഴുവനും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. ഇനി നമ്മുടെ മക്കൾക്ക് വിദേശത്ത് കൊടുത്തുവിടാനാണ് നിങ്ങൾ ഈ പൊടി തയ്യാറാക്കുന്നതെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആ വറുത്തെടുക്കുന്ന സമയത്ത് കാപ്പിപ്പൊടി കൂടി ചേർത്തൊന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല ആ ഒരു ചക്കരയുടെ അളവും കുറയ്ക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.